അപ്പം നമുക്ക് പള്ളിയിൽ പോയിട്ട് വരാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞാൻ മലയാളം സുറിയാനി കുർബാനയ്ക്കാണ് പോകാൻ ശ്രമിക്കുന്നത്. ഇത് കുർബാന കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ അൽ ടർബോഷിൻ്റെ മുന്നിൽ നിന്ന് ടാക്സിയൊക്കെ പിടിച്ച് പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ടുള്ള 4ാമത്തെ ഞായറാഴ്ചയാണിത്. ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ചകൾ 4 കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ, അല്ല 5 ഞായറാഴ്ച കഴിഞ്ഞു. ആദ്യത്തെ ശനിയാഴ്ച രാത്രി പിറ്റേ ദിവസം വന്ന ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകാത്തതൊഴിച്ചാൽ ബാക്കി 4 ഞായറാഴ്ചകളിലും പോയി. അതിലിപ്പോൾ ഇതും കൂടെ കൂട്ടി 2 ഞായറാഴ്ച ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത്. 2 ഞായറാഴ്ച അന്നമ്മ ഉണ്ടായിരുന്നു. ശരിക്കും എണ്ണം പറയുമ്പോൾ നല്ല ടെൻഷനാണ്. ഇനി 1 മാസം കൂടെ ഉള്ളൂ. എല്ലാവരും ഓർക്കും ഞാനിവിടെ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഹാപ്പിയാണെന്ന്. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഹാപ്പിയാണ്. ഇങ്ങനൊരു നാട് കാണാൻ പറ്റി, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. എന്നാൽ എനിക്കങ്ങോട്ട് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാരണം ഓരോ സെക്കൻഡിലും നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണല്ലോ, ഒരു ജോലി. ഇതുവരെയായിട്ടും പ്രോപ്പറായിട്ടൊരു ഇൻ്റർവ്യൂ കോൾ വരാത്തതുകൊണ്ട് നല്ല ടെൻഷനുണ്ട്. പിന്നെ ആകെയുള്ള ആശ്രയം എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടിപ്പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണല്ലോ. കർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുഴുവൻ കുർബാന കൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു ചായ കുടിക്കാൻ മോഹം. അടുത്തുകൊണ്ടൊരു റെസ്റ്റോറൻറ്റിൽ രണ്ടും കൽപ്പിച്ച് കയറി. നാട്ടിൽ മാത്രമാണ് ഞാൻ സാധാരണ ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആദ്യമായിട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ചായ വാങ്ങി. അപ്പോൾ ഒരു സമൂസ. ഞാൻ ഈ പള്ളിയിലെ ആൾക്കാരെയൊക്കെ കണ്ട് ഞെട്ടിപ്പോയി. വെറുതെ അല്ല നമ്മൾ നാട്ടിൽ പള്ളിയിലെ ആൾക്കാരൊന്നും ഇല്ലാത്ത. ഇതുപോലെ എല്ലാവരും എല്ലാ നാട്ടിലേക്കും പോയേക്കുമല്ലേ. ശരിക്കും ഞാൻ എപ്പോഴും മുട്ടത്തിപ്പറമ്പ് പള്ളിയിൽ പോകുമ്പോൾ ഓർക്കും, പള്ളി ആകെ ഒഴിഞ്ഞു കിടക്കുക, ഈ മനുഷ്യന്മാരൊക്കെ എവിടെയാണെന്ന്. ഇപ്പം എനിക്ക് മനസ്സിലായി, എന്നെപ്പോലെ എല്ലാവരും ഓരോ സ്ഥലത്താണെന്ന്. ദേ ഇത് കണ്ടോ, ഈ ഗ്രൗണ്ടിൽ എല്ലാ പള്ളിയും ഉണ്ട് കേട്ടോ. മാർത്തോമ, ബാക്കിയൊക്കെ പെന്തിക്കോസ്, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ കുർബാന കൊണ്ടിട്ട് പോകും. എന്താ അല്ലേ, ഒരു നാടിനെ മുഴുവൻ പല ഭാഷകളാൽ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്നത് പോലെ. കഥയൊക്കെ പറഞ്ഞ് നമ്മൾ വീടെത്താറായി. ചെറുതായിട്ട് ഞാൻ സ്ഥിരം വരാറുള്ള റൂട്ടിലല്ലെങ്കിൽ പോലും ഒന്ന് മാറിയാണ് വന്നതെങ്കിലും ചേട്ടൻ സേഫായിട്ട് നമ്മളെ എത്തിച്ചു കേട്ടോ. എനിക്കും മൂപ്പർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി. കാരണം ഞാൻ റൈറ്റ് പറയുന്നത് ശരിക്കും ലെഫ്റ്റും, ലെഫ്റ്റ് പറയുന്നത് ശരിക്കും റൈറ്റും ആയിപ്പോയി. വഴികൾ രണ്ടാണെങ്കിലും പൈസ ശരിക്കും ഒരേപോലെ ആയത് കാരണം ഞാൻ പിന്നെ ചേട്ടനോട് പിണങ്ങാനൊന്നും പോയില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ചേഞ്ച് ഇല്ലാഞ്ഞോണ്ട് മൂപ്പര് കുറച്ച് നേരം കാത്തൊക്കെ നിന്ന് കേട്ടോ. ഞാൻ അങ്ങനെ സേഫായിട്ട് വീട്ടിൽ പള്ളിയിലേക്ക് പോയി ഒരു ചായയും സമൂസയൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.